ഇത് രാമമംഗലം പെരുംതൃക്കോവിൽ. പ്രഹ്ലാദസ്തുതിയാൽ സംപ്രീതനായി ശാന്തസ്വരൂപിയായ സാക്ഷാൽ നരസിംഹമൂർത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു കുടികൊള്ളുന്ന ദേവസ്ഥാനമത്രേ രാമമംഗലം പെരുംതൃക്കോവിൽ. പാരമ്പര്യവും പ്രൌഢിയും ഒത്തുചേർന്ന് ഈ നാടിന്റെ സമസ്ത ഐശ്വര്യങ്ങളുടെയും പ്രതീകമായി കുടികൊള്ളുന്ന ക്ഷേത്രമാണ് രാമമംഗലം പെരുംതൃക്കോവിൽ. തച്ചുശാസ്ത്രപ്രകാരം ശ്രീകോവിൽ അടക്കമുള്ള ക്ഷേത്രഗാത്രത്തിന്റെ വലിപ്പവും ഇതര പ്രത്യേകതകളുമുള്ള ക്ഷേത്രങ്ങളാണ് സാധാരണയായി പെരുംതൃക്കോവിലുകൾ എന്നറിയപ്പെടുന്നത്. അത്യപൂർവമായ പെരുംതൃക്കോവിലുകളിലൊന്ന് എന്ന വിശേഷണത്തിനൊപ്പം പഞ്ചമഹാക്ഷേത്രങ്ങളിലൊന്നായും രാമമംഗലം പെരുംതൃക്കോവിലിനെ കണക്കാക്കി വരുന്നു. ഗജാകാരമായ കൂറ്റൻ ചുറ്റുമതിൽ, ഗാംഭീര്യമിയെന്ന ആനപ്പന്തൽ, വിളക്കുമാടം, വലിയ ബലിക്കൽപുര, കൂത്തമ്പലത്തോടുകൂടിയ വലിയമ്പലം, ദാരുശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ മുഖമണ്ഡപം, ഇരുനിലവട്ട ശ്രീകോവിൽ എന്നിങ്ങനെ ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാവിധ അംഗോപാംഗങ്ങളും അടങ്ങിയതാണ് രാമമംഗലം പെരുംതൃക്കോവിൽ. എറണാകുളം ജില്ലയിലാണ് രാമമംഗലം പെരുംതൃക്കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്തുവർഷം 800 മുതൽ 1124 വരെ കേരളം ഭരിച്ചിരുന്ന പെരുമാൾ പരമ്പരയിലെ രണ്ടാമത്തെ രാജാവായ ചേരമാൻ പെരുമാളാണ് ക്ഷേത്രം പണികഴിപ്പിച്ചത് എന്നാണ് നിഗമനം. അത്യപൂർവമായ ബാലനരസിംഹമാണ് രാമമംഗലം പെരുംതൃക്കോവിലിലെ മുഖ്യപ്രതിഷ്ഠ. പ്രധാനമൂർത്തിയായ ബാലനരസിംഹമൂർത്തി ബ്രാഹ്മണ കുടുംബത്തിന്റെ പരദൈവമായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഭക്തവാത്സല്യത്താൽ ശാന്തസ്വരൂപനായി മാറിയ നരസിംഹമാണ് രാമമംഗലം പെരുംതൃക്കോവിലിൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ബാലനരസിംഹം. ഒടുവിൽ ഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ അവർ പ്രഹ്ലാദനെ തന്നെ ആശ്രയിച്ചു. തിരുനാമം ഉരുവിട്ടുകൊണ്ട് അടുത്തു ചെന്ന് നമസ്കരിച്ച പ്രഹ്ലാദനെ പിടിച്ചെഴുന്നേൽപ്പിച്ച ഭഗവാൻ ശ്രീഹരി വാത്സല്യ അതിരേകത്താൽ അടുത്ത് ചേർത്തു നിർത്തി നെറുകയിൽ മുകർന്നു എന്നാണ് ഭാഗവത ഭാഷ്യം. പ്രഹ്ലാദനോടുള്ള വാത്സല്യത്താൽ കോപം മുഴുവൻ അലിഞ്ഞലിഞ്ഞു പോയി ഭഗവാൻ ശാന്തസ്വരൂപനായി മാറി പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു.